നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെല്ലാം കാണുന്നതിൽ വളരെ സന്തോഷം. 2 ദിവസം വലിയ സ്ഥലങ്ങളിൽ പോയിട്ട് ഇന്ന് തന്നെ ഞാൻ മദ്രാസിന് തിരിച്ചു വന്നത്. ഇന്നലെ നൈറ്റ് എൻ്റെ ഫ്ലൈറ്റ് 1 മണിക്ക് തന്നെ ലായത്. അതുകൊണ്ട് എനിക്ക് ന്യൂസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റി. ട്രംപ് 12 മണിക്ക് ശേഷം ബൾട്ടി അടിച്ചു. എന്ത് കാരണം എന്ന് വെച്ചാൽ US ബ്രാൻഡ് മാർക്കറ്റിൽ ക്രിയേറ്ററായി 5% മുകളിൽ ഈൽഡും. ഇതിൻ്റെ മേൽ പോയാൽ ഇനിയും പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് ബൾട്ടി അടിച്ചു. അതായത് താഴെ വീണും മീശയിൽ മണ്ണ് ഒട്ടിയില്ലെന്നായി. ഒരു ടോട്ടൽ സറണ്ടർ ടു മാർക്കറ്റ്സ്. ഇതിന് വിരാൽ ആചാര്യർ പറഞ്ഞു, മാർക്കറ്റിനെ നിറയെ ദിവസം നിങ്ങളെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇപ്പോൾ ട്രംപ് എന്ത് പറയുന്നു, ഈ റെസിപ്രോക്കൽ ടാരിഫിന് ഞാൻ നിർത്തി വെക്കാൻ പോകുന്നു. സോ 10% തന്നെ ടാരിഫ്. മാർക്കറ്റ് വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ ട്രേഡായ ക്ലയൻസിനൊക്കെ വളരെ ഖുഷി. ട്രൈക്കി, ക്രോക്സ്, സ്കെച്ച്, വാൾക്കം, ഗൂഗിൾ, ടൊയോട്ട, ഹോണ്ട. ഈ ഹോണ്ട എത്ര കയറിയും അറിയത്തില്ല, പക്ഷേ എല്ലാം 10% മുകളിൽ കയറി. എല്ലാ സ്റ്റോക്കും ഭയങ്കരമായി കയറി. ജപ്പാൻ ഇന്ന് രാവിലെ 8% ഫാൾ ആയിട്ടുണ്ട്. എല്ലാ ജാപ്പനീസ് സ്റ്റോക്കും ലോസായി. ഈ അപ്പൂപ്പൻ്റെ സ്റ്റോക്കിനും ലോസ്. റേഡർ പറഞ്ഞത് കേട്ടവർക്കൊക്കെ വളരെ കൊണ്ടാട്ടമാണ്. പക്ഷേ ഇതുകൊണ്ട് നിന്നില്ല. 90 ഡേയ്സിന് പാസ് തന്നെ ഇട്ടിരിക്കുന്നു. ചൈനയുടെ മേലെ ടാരിഫ് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയുന്നു. ഇത് കാരണം അമേരിക്കയിൽ ഈ വിലവാശിയൊക്കെ കയറും. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഗ്യാസിന് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കും, പക്ഷേ ഹാഫിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്കിയില്ല. ഇത് കാരണം അമേരിക്കയിൽ ബാഡ് എഫക്ട്സ് ഇരിക്കും. മാർക്കറ്റ് മനസ്സിലാക്കാൻ കുറച്ച് ദിവസം എടുക്കും. മാർക്കറ്റിന് മനസ്സിലാകുന്നത് വരേക്കും ഇപ്പോൾ തൽക്കാലം ഒരു റാലി ഇരിക്കും. അതുകൊണ്ട് ഇന്ന് മഹാവീർ ജയന്തി, അതുകൊണ്ട് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് TCSൻ്റെ റിസൾട്ട് വരും. ഈ TCSൻ്റെ റിസൾട്ട് വെച്ചാൽ തന്നെ ഈ മാർക്കറ്റ് എങ്ങനെ മൂവ് ആവുമെന്ന് പറയാൻ പറ്റും. നാളെ മാർക്കറ്റ് പോസിറ്റീവാണ്, അതിൽ ഒരു ചേഞ്ചസും ഇല്ല. എനിക്കും ഇവർക്കും ഇരിക്കുന്ന യുദ്ധം എങ്ങനെ മുടിയുമെന്ന് പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അമേരിക്കൻ സ്റ്റോക്സിന് വാങ്ങിക്കൊണ്ടിരിക്കണം. വാല്യുവേഷൻ കുറവ്, നല്ല റിട്ടേൺസ്. ചൈനയുടെ കറൻസി ഇന്നും റിക്കവർ ആയില്ല. 2007 ലോയിൽ തന്നെ ഇരിക്കുന്നു. പ്രാക്ടിക്കലി ഓൾ ടൈം ലോവാണ്. ഇന്ത്യൻ റുപ്പിയും താഴെ വീണിട്ടുണ്ട്. സമയം 1/2% ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് മുമ്പേ 1/4%, അങ്ങനെ 1/2% കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതുകൊണ്ട് രൂപ പ്രഷറിൽ ഇരിക്കും. നമ്മൾ എക്സ്പോർട്ട് മാർക്കറ്റിൽ കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ പണത്തിന് വേണ്ടി നമ്മൾ 90 രൂപ വരെ വിട്ടാൽ തന്നെ അത് കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇരിക്കും. നിങ്ങൾ നാട്ടിലിരിക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അയച്ചുകൊണ്ടേ ഇരുന്നാൽ ഇന്ത്യയുടെ മാർക്കറ്റ് വലിയ പ്രോബ്ലം നോക്കിയിരിക്കുന്നു എന്നർത്ഥം. പക്ഷേ അതൊക്കെ ഇപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ നമുക്കൊരു ഷോർട്ട് ടേം റിലീഫ്. ഇപ്പോഴും നിറച്ച് സ്റ്റോക്സ് പെട്ടെന്ന് റിക്കവർ ആകത്തില്ല. നമ്മളെ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്ന സ്റ്റോക്സിന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. 2 ന്യൂസ് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതുവരെയിൽ 1,40,000 കോടി ഫോറിനേഴ്സ് FIA വിറ്റിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മാർക്കറ്റ് ഇങ്ങനെ ലോ ആയിട്ട് വീണിരിക്കുന്നത്, എന്തുകൊണ്ട് ഈ 2ൽ ഇരിക്കുന്നതെന്ന് നോക്കിയാൽ, നിങ്ങൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിനെ എടുത്ത് അതിൽ നിന്ന് 1,00,000 കോടി നിങ്ങൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ്കാരെ നിങ്ങളെ പൈസയെ കൊണ്ട് മങ്കാത്ത കളിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായിട്ട് ഇൻഷുറൻസ് കമ്പനി അവർ ഒരു 33,000 കോടി ഇട്ടിട്ടുണ്ട്. പെൻഷൻ ഫണ്ട്സ് ഒരു 8,000 കോടി ഇട്ടിട്ടുണ്ട്. ടോട്ടൽ ഡൊമസ്റ്റിക് ബൈയിങ് 2,00,000 കോടി. അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഇപ്പോഴും 22ൽ നിൽക്കുന്നു. ഇനിയൊരു അടി അടിച്ചെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ നമ്മളെ കോൺഫിഡൻസ് കുറയും. ഇത് ഡെഫിനറ്റ് ആയിട്ട് നടക്കും. എന്തെന്ന് വെച്ചാൽ ഈ റിസൾട്ട് നോക്കണം. ഈ റിസൾട്ട് TCSലാണ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അത് പൊയ്ക്കൊണ്ടേയിരിക്കും. അത് എന്താവുമെന്നും നമുക്കറിയത്തില്ല. TCSന് ഓൾറെഡി ഡിഫൻസ് പറഞ്ഞു. ഇന്ന് ടാറ്റ സ്റ്റീലിന് ഇനിയൊരു നെതർലാൻഡിൽ നേരത്തെ ട്രംപ് 25% ടാരിഫ് ഇട്ടുന്നു. ഈ സ്റ്റീലിൽ 1,600 പേരിന് ജീവനം എടുത്തു. ഇന്നും ഇതുപോലെ പല ബലി ഇരിക്കുന്നു. ഇതൊരു ആദ്യത്തെ ബലിയാ. ഇതുപോലത്തെ ബലി ഇനി ഇന്ത്യയിലും വരും. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ വരത്തില്ല, നമുക്ക് IT-യിൽ വരും, അതും റിക്രൂട്ട്മെന്റിൽ വരും. ഓൾറെഡി മീഡിയ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ബലികൾ ഇരിക്കുന്നു. അടുത്തതായിട്ട് സ്വർണത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഗോൾഡ് എല്ലാ പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്തു തിരിച്ചു 8,560 വന്നിട്ടുണ്ട്. ബൈയിങ് ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നമ്മൾ ആൾക്കാർ വാങ്ങുന്നില്ല. ആ സമയത്തിൽ 36%, 37% എന്ന് പറയുന്ന സമയത്തിൽ അതിന് ആശ്വാസിച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയത് പ്രശ്നമില്ല, രൂപ വീണ്ടും നമ്മളെ രക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ രൂപയും വീഴുന്നു. ഓവറോൾ എല്ലാം നോക്കുന്ന സമയത്തിൽ സ്വർണത്തിൽ നല്ല ഒരു ന്യൂസ് ഉണ്ട്. അക്രമൊക്കെ ഇന്ത്യൻ പോളിറ്റിക്സിൽ എങ്ങനെ കളിക്കുന്നതെന്ന് നോക്കി നമുക്ക് സംസാരിക്കാം. ഫൈനാൻഷ്യലോടൊപ്പം 50% പാർട്ട്ണർഷിപ്പ് ഇട്ടു. ഈ ജിയോ ഫിനാൻസിനെ സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അതെങ്ങനെ ഓരോരുത്തർക്ക് മാത്രം ഹെൽപ്പ് ചെയ്താൽ പറ്റുമോ, ഇല്ലല്ലേ. ഇനിയിരിക്കുന്നവരോ അല്ലെ ഒരു പ്രൈവറ്റ് ബോണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനി വന്നിട്ട് ഫാമിലി തനിയായിട്ട് കടൻ വാങ്ങിയിട്ടുണ്ട്. അത് ഒരു 9,000 കോടിയാണ്.
3000 കോടി ബോണ്ട് ബ്ലാക്ക് റോക്കിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ബ്രോക്ക് ഈ 3000 കോടി അദാനിക്ക് കൊടുത്തതായിട്ട് എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ പറഞ്ഞെന്ന് പറയരുത്. അപ്പോൾ ആ പേപ്പറിനെ അറ്റാച്ച് ചെയ്യുന്നു, നിങ്ങളെ പഠിച്ചു നോക്ക്. ന്യൂസ് എയർടെലിനെ കുറിച്ച് പറഞ്ഞു, അറസ്റ്റേഴ്സൊക്കെ വളരെ പ്രഷർ കൊടുക്കുന്നു എന്നു. ഞങ്ങളെ കൊണ്ട് IPO ഇടാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ സൈസിനെ റെഡ്യൂസ് ചെയ്തെങ്കിൽ IPO ഇടുന്നു എന്ന് പറയുന്നു. മില്യനാ അവരിടാൻ ഇരുന്നത്, അതിനെ ഇപ്പോൾ 5 മില്യനായിട്ട് ഇടുന്നു. എന്നിട്ട് ഡീലറിനെ ബൈപ്പാസ് ചെയ്തു ഓർഡർ എടുക്കാൻ തുടങ്ങി. കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷൻ കാരണം തന്നെ സെയിൽസ് നമ്പറിനെ ഞങ്ങൾ കോട്ട് ചെയ്തില്ല എന്ന് പറയുന്നു. ഓല പോകൂന്ന് പറഞ്ഞ് അതുപോലെ തന്നെ നടന്നു. ബലി പോലെ 29% മാർക്കറ്റ് ഷെയർ എടുത്തു. പിന്നെ ഇന്ന് നടന്ന മുഖ്യ വാർത്തകൾ ഇന്ന് മഹാവീർ ജയന്തി. നിങ്ങൾ ചോദിച്ച 4 ചോദ്യം വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് വരുന്നു, അതിന് മാത്രം ഞാൻ ഉത്തരം പറയുന്നു. ഇന്ന് മാർക്കറ്റ് ലീവാ. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളെ ചോദ്യം ചോദിച്ച് സാറിൻ്റെ അടുത്ത് റിപ്ലൈ വാങ്ങിക്കാം. ഒരു പ്ലാൻ. നമസ്കാരം സർ, ലാസ്റ്റിൽ ഒരു കമൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ചോദിച്ചു. സ്വർണം റേറ്റ് വന്നിട്ട് 8560 രൂപ വന്നു, പ്ലസ് GST പ്ലസ് സ്റ്റാമ്പിംഗ് ചാർജ്. ലാസ്റ്റ് 4 ദിവസം കൊണ്ട് ഈ 38% കുറയുമെന്ന് പറഞ്ഞ ദിവസം തൊട്ട് ഗോൾഡ് കുറയാൻ സ്റ്റാർട്ട് ചെയ്തു. അല്ല ദിവസം കൊണ്ട് ഗോൾഡ് ഇറങ്ങുന്നത് കണ്ട് ഞാൻ പേടിച്ചു സർ. ഇപ്പോൾ ഗോൾഡിന്റെ റേറ്റ് കയറുന്നത് കാണുമ്പോൾ കുറച്ച് നിമ്മതി ഉണ്ട് എന്ന് കമന്റ് ഇട്ടിരിക്കുന്നു ഒരാൾ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, നിങ്ങളൊക്കെ മാർക്കറ്റിന് വരാൻ വേണ്ട. നിങ്ങളെ കാശിനെ നിങ്ങൾ FD ആയിട്ട് ബാങ്കിലിട്ട് അതിനെ ഇൻഫ്ലേഷനിൽ ലൂസ് ചെയ്തുകൊണ്ടിരിക്കൂ. എനി അസറ്റ് ലോസ് മേളിലും കീഴിലും പോകും. ഗോൾഡ് ഇസ് നോ എക്സെപ്ഷൻ. 2 പ്രാവശ്യം ഗോൾഡ് വന്നിട്ട് ഒരിക്കൽ 1800 1100 വരെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു $700. അത് എന്തുകൊണ്ടാണ് രൂപയിൽ കാണാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ രൂപയുടെ റേറ്റും നല്ല കുറഞ്ഞു. ഈ പ്രാവശ്യം രൂപ വീഴുന്നത് തന്നെ വലിയ അഡ്വാൻറ്റേജ്. ഗോൾഡ് 1800 പോയെങ്കിൽ രൂപ 120 ഇരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ നിങ്ങൾ വോളാറ്റിലിറ്റിക്ക് ഗോൾഡിലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ വരേണ്ട. സേഫാ FDയിൽ കാശിനെ വെച്ചുകൊണ്ട് TV-യിൽ മാർക്കറ്റിനെ നിങ്ങൾ നോക്കാം. ഇല്ല സർ, ഗോൾഡിലെ ഇങ്ങനെ പേടിക്കുന്നവർ നമ്മൾ ഒരു ചില സ്റ്റോക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമല്ലേ, ചില ആൾക്കാർ വന്നിട്ട് അവരെ ഓൺ അസസ്മെൻറ്റ് വെച്ച് വാങ്ങും. അതുപോലത്തെ മൈൻഡ് സെറ്റിൽ നിറയെ ആൾക്കാർ മാർക്കറ്റിനകത്ത് വന്നാൽ എന്താകും? അവരൊക്കെ മെൻ്റലി നല്ല ഡിസ്റ്റർബ് ആകും. എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് എന്ത് വേണമെങ്കിലും ആകാം. ബോസ്, നിങ്ങൾ ഇന്ത്യയെ വിട്ട് 1928 1954 വരയ്ക്കും ഡൗ 800-നെ കോസ്റ്റ് ചെയ്തില്ല. ഇൻ 29 തന്നെ 800 ടച്ച് ചെയ്തു. അവിടെ നിന്ന് വീണത് 25 വർഷം കഴിഞ്ഞ് തന്നെ ആ 800-നെ ക്രോസ് ചെയ്തു. ഈ ജപ്പാനി അത് ഇപ്പോൾ തന്നെ റീസെൻറ്റിലായി. എനി മാർക്കറ്റ് ഇങ്ങനെ ഓവറായിട്ട് ഒരു സൈഡിൽ പോയെങ്കിൽ ഇന്നൊരു സൈഡ് അതിൻ്റെ സിഗ്നൽ കിട്ടാൻ 30 കൊല്ലം ആവും. ഇൻ കേസ് ഓഫ് നിക്കി 40 വർഷമായി. സോ ഇതിനൊക്കെ നിങ്ങൾ റെഡി ആയില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൻ്റെ അടുത്ത് വരണ്ട. സേഫായിട്ട് നിങ്ങൾ ബാങ്കിൽ തന്നെ. സർ, നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം. എന്നോട് എക്സാമ്പിളിന് ഞാൻ ഒരു കാര്യം ചോദിക്കും. ഇപ്പോൾ ഞാൻ 1 ലക്ഷം ഇട്ടിരുന്നത് 1.5 ലക്ഷം രൂപ ആയി 80,000 രൂപ വന്നും കണ്ടു. അതായത് എൻ്റെ ക്യാപിറ്റൽ ഇയറോഡ്. അതുപോലെ നിങ്ങളെ പോർട്ട്ഫോളിയോയിൽ എത്ര % ക്യാപിറ്റൽ ഇയറോഡായി സാർ കണ്ടിട്ടുണ്ട്? ഇല്ല, ഞാൻ അതിനെ പോലെ കണ്ടിട്ടൊന്നുമില്ല. ഇനിയും എൻ്റെ ക്യാപിറ്റൽ അങ്ങനെ ഒന്നും ഇയറോഡ് ആകത്തില്ല. ഓക്കെ, എൻ്റെ ഫാമിലി ഹോൾഡിങ്ങിൽ ITCയുടെ വാല്യൂ 15 രൂപ ഇരിക്കും. ബോണസ് വന്ന് പ്ലസ് സ്പ്ലിറ്റായതൊക്കെ ചേർത്ത് 15 രൂപ 20 രൂപയ്ക്ക് ഇരിക്കും. ITC 20 രൂപയ്ക്കില്ല. FDയുടെ റേറ്റ് 10 രൂപ ഇരിക്കും. 10 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വിറ്റു, അതിൻ്റെ പോഹയാണ് ഈ 10 രൂപ. ഡിവിഡൻഡൊക്കെ ചേർത്താൽ ഞാൻ ഇട്ട കാശിനൊക്കെ എടുത്തു. ബട്ട് എന്ത് നടക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല ഓവർ വാല്യൂ ആയെങ്കിൽ, അപ്പോൾ എക്സ്ട്രീം ഓവർ വാല്യൂ വന്നെങ്കിൽ ബഫറ്റിനെ പോലെ വിറ്റിട്ട് നമ്മൾ കുറച്ച് വാങ്ങണം. അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് സ്റ്റോക്ക് എന്ന് ഞാൻ പറയാൻ, ആ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടേ ഇല്ല. അതിനെ പോലെ ഞാൻ 3 സ്റ്റോക്ക് വിറ്റിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇത് മുമ്പേ ആണ് ചെയ്തത്. വളരെ വാല്യുവേഷനായി ആ കമ്പനി ഇതിൻ്റെ മുകളിൽ വളരത്തില്ല, ഓർ മാർക്കറ്റ് നല്ല ഇറാഷണൽ ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ, ഇഫ് യു ഫൈൻഡ് എ ബെറ്റർ ആൾട്ടർനേറ്റ്, നമ്മൾ സെൽ ചെയ്യുന്നത് തെറ്റില്ല. ഇൻ കേസ് ഓഫ് ബഫറ്റ്, അവരതിനെ കൊടുത്തിട്ട് ട്രഷറിയിൽ ഇട്ടു. നീ കൊടുത്തെങ്കിൽ ചിലവ് ചെയ്യും, എനിക്ക് ഞാനും കൊടുത്താൽ ചിലവ് ചെയ്യുന്നു എന്ന് പേടിയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പറയുന്നത് വെച്ചാൽ, ഈ ബോണ്ടെല്ലാം റെഡീമാകും. 50 ലക്ഷം രൂപ ബോണ്ട് റെഡീമായെങ്കിൽ നമുക്ക് വെറും ഒരു 35 ലക്ഷം തന്നെ തിരികെ കിട്ടും. 5 ലക്ഷം മക്കൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു അതിന് സ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജിയൊക്കെ സെറ്റ് ചെയ്താലും വരാത്തത്. യു ആർ നോട്ട് വാറൻ ബഫറ്റ്,
യു ആർ നോട്ട് ഇൻ ദ ലീഡ്. അതിനെ നോക്കി നമ്മൾ എന്തിന് പഠിക്കാൻ പറ്റുമോ അത് പഠിച്ചുകൊണ്ട് നമ്മൾ ഓടിപ്പോണം. ഞാൻ എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ, മൃദംഗ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു ശിവാജിയുടെ പടമുണ്ട്. ആ പടത്തിൻ്റെ എൻഡിൽ മൃദംഗം വായിക്കും. അതിൽ അയാൾ ഒരു സർദാർജിയുടെ കാലിൽ വീണിട്ട് നമസ്കാരം ചെയ്ത് എണീച്ച് ഓടിപ്പോവും. അതും ഞാൻ മൃദംഗം വായിച്ച സമയമാണ് ഇറങ്ങിയത്. അതിനെ വെച്ചിട്ട് ഞാനും റഹ്മാനെ പോലെ 2 പാട്ട് എഴുതും എന്ന് വാറൻ ബഫറ്റിനെ പോലെ നമ്മൾ തിങ്ക് ചെയ്യരുത്. ഞാനും വാറൻ ബഫറ്റ് ചെയ്തതുപോലെ 2 ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്തു. ഇത് എന്തെന്ന് സാറ്റർഡേ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ അടുത്ത ചോദ്യം, ഓക്കെ സർ, ബാങ്കിങ് സിസ്റ്റം സേഫ് ആയിരിക്കുന്നു. ഇൻഡസെൻഡിന്റെ പ്രോബ്ലം ഒരു എപ്പിസോഡ് താൻ. എന്തുകൊണ്ടാ അതിന് ബാങ്കിങ് പ്രോബ്ലമിൽ ഇരിക്കുന്ന പോലെ സംസാരിക്കുന്നു അങ്ങനെ RBI ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ എപ്പിസോഡ് തന്നെ. അത് തന്നെ ഞാനും പറയുന്നു. ഇറ്റ്സ് ആൻ എപ്പിസോഡ് ഇൻ എ ബാങ്ക്. ഇഫ് പ്രൊമോട്ടർ ഇസ് സ്ട്രോങ്, പ്രൊമോട്ടറിനടുത്ത് കാശ് ഇരിക്കുന്നു എന്നാൽ അയാൾ കാശ് ഇടാൻ പോകും. MD അപ്പോയിന്റ് ചെയ്യുന്നത് RBI, CEO അപ്പോയിന്റ് ചെയ്യുന്നതും RBI. RBI ആ ബാങ്കിൽ പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നു. ഇതിന് ശേഷം അതിനെ മാർക്കറ്റിൽ അതിനെ സേവ് ചെയ്യാൻ വിചാരിക്കുന്നതൊക്കെ മണ്ടത്തനമാണ്. അവരും അത് തന്നെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ബ്ലാക്ക് റോക്ക് അദാനിയുടെ ബോണ്ടിൽ 1/3 വാങ്ങി ഓൾറെഡി ജിയോ ഫിനാൻഷ്യലി പാർട്ട്ണർഷിപ്പിലും ഇരിക്കുന്നു. അപ്പോൾ അദാനിയോടെയും പാർട്ട്ണർ, അംബാനിയോടൊപ്പളും പാർട്ട്ണർ, രണ്ടുപേരെ ഈ കുടിമയും അവരെ കയ്യിൽ എന്ന് പറഞ്ഞ് ബ്ലാക്ക് റോക്ക് മേളിൽ നിൽക്കുന്നു. അയാൾ ഒരു സൂപ്പർ പവറിനെ പോലെ മാറാൻ നോക്കുന്നു. ഡെഫിനറ്റ് ആയിട്ട്. പക്ഷേ ഇതിൽ അംബാനി വലിയ പ്രോബ്ലം ഇല്ല. എന്തെന്ന് വെച്ചാൽ അവർ ജിയോ ഫിനാൻഷ്യൻ്റെ ഒരു ഡിവിഷനിൽ തന്നെ അവർ പാർട്ട്ണർ. ഇൻ കേസ് ഓഫ് അദാനി എന്തെന്ന് വെച്ചാൽ അയാളെ കൊണ്ട് ഈക്വിറ്റി ആയിട്ട് ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്ത് വെച്ചാൽ അമേരിക്കയിൽ അതിനെ ഇടാൻ പറ്റത്തില്ല. അയാൾ ഈക്വിറ്റി ഭയങ്കരമായിട്ട് അടി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഇല്ല. അവരെ ഈക്വിറ്റിയും അടി വാങ്ങിയിട്ടുണ്ട്, അവരെ ഈക്വിറ്റിയും അടി വാങ്ങിയിട്ടുണ്ട്. അവർക്ക് അർജൻറ്റായിട്ട് കാശിൻ്റെ ആവശ്യമുണ്ട്. അയാളെ പേഴ്സണൽ ഫാമിലി ഹോൾഡിങ്സ് വച്ചിരിക്കുന്ന കമ്പനിയിൽ ബോണ്ട് ഇട്ടിരിക്കുന്നു എഗെയിൻസ്റ്റ് ഹോൾഡിംഗ്. അതും 9,000 കോടിയാണ് ഇട്ടിട്ടുള്ളത്. 3,000 കോടി ഇവർ കൊടുത്തിട്ടുണ്ട്. അയാളെ കുടിമി അയാളെ കയ്യിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് ക്ലിയറായി അറിയാൻ പറ്റുന്നു. ഓക്കെ സർ, ഫൈൻ. ഇതുപോലത്തെ നിറയെ ചോദ്യങ്ങൾ ഇരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന ടൈം കൺസ്ട്രെയിൻ കരുതി ചില ചൂസ് ചെയ്ത ചോദ്യം മാത്രം സാറിൻ്റെ അടുത്ത് എടുത്തിട്ട് വന്നു. ഇനി ബാലൻസ് ഇരിക്കുന്ന ചോദ്യമൊക്കെ സാറ്റർഡേ ആൻഡ് സൺഡേ എപ്പിസോഡ് ഞാൻ ചോദിക്കാം സാർ. അടുത്തതായിട്ട് വാറൻ ബഫറ്റ് ചെയ്തത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞല്ലേ, ആ കാര്യം എന്ത്, അതിൻ്റെ ശേഷം എന്ത് നടന്നു എന്നും അതിലിരിക്കുന്ന പ്രശ്നം എന്തെന്നും അതിന് പ്രൂഫോടെ എടുത്ത് വച്ചിട്ടുണ്ട്. വിൽ ബ്രേക്ക് ഇറ്റ് ഓൺ സാറ്റർഡേ എപ്പിസോഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിനെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോന് നിങ്ങൾ സ്വന്തക്കാർ മറ്റും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.